Hi all, welcome back. ഞാനിന്ന് വന്നിട്ടുള്ളത് മാങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടിന്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള മാങ്ങ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മാങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കോമാങ്ങയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഏതൊരു നാടൻ മാങ്ങയും വീട്ടിലുണ്ടാവുന്ന മാങ്ങയും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന മാങ്ങയും ഇതിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഈ ഒരു മാങ്ങ എടുക്കുന്ന സമയത്ത് നല്ല പഴുത്ത മാങ്ങയായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ പുളിപ്പൊന്നും ഇല്ലാത്ത മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് പാലെടുക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ്. നമ്മളിതൊരു ഡെസേർട്ടായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് പാല് മാത്രം മതി. ആ ഒരു മാങ്ങ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള പാല് മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ ഒരു മാങ്ങ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു പാലും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പോളം പാലാണ് എടുത്തിട്ടുള്ളത്. അതായത് ആ ഒരു മാങ്ങ അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമുക്ക് ജ്യൂസ് കിട്ടേണ്ടത്. കൂടുതലായിട്ട് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസായിട്ടൊന്നും വരണ്ട. ഇങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം. ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഈ ഒരു മാങ്ങയുടെ ജ്യൂസിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ അത്രയും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പോളം എടുത്തിട്ടുള്ളൂ. നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം. ഇപ്പോൾ എല്ലാം ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സേമിയ അതായത് വെർമസെല്ലിയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ഞാനിത് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ഒരു 1/4 കപ്പോളം വെർമസെല്ലി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് അരിപ്പയിലൂടെ ഒന്ന് വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ. അതിൻ്റെ പകുതിയോടെ ഇതിലേക്ക് ഇടുന്നുള്ളൂ. അത് നിങ്ങൾക്ക് സേമിയയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ഇടുന്നുള്ളൂ. ഇനി ഇത് ഇതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഉറുമാമ്പഴം, അതുപോലെ തന്നെ ആപ്പിൾ, അതുപോലെ തന്നെ കുറച്ച് നേന്ത്രപ്പഴം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ അത്രയും നല്ലത്. കടിക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുക ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു കുറച്ചായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ ഫ്രൂട്ട്സ് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം. പുളിപ്പുള്ള ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ആഡ് ചെയ്യാത്തതാണ് നല്ലത്. കുറച്ച് മധുരത്തോട് കൂടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ബെറ്റർ ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ മാംഗോ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഫ്ലേവേഴ്സ് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ 2 ഫ്ലേവറിലൊന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. ഒന്ന് വാനില എസൻസ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഒരു ബൗളിൽ കുറച്ച് എടുത്തിട്ട്. പിന്നെ കുറച്ച് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്ക നമ്മൾ നന്നായിട്ടൊന്ന് പഞ്ചസാര കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 2 ഫ്ലേവറിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മാംഗോ ഫ്ലേവറിലുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ കൊണ്ടുള്ള അടിപൊളി ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇനി ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അതിനായിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാങ്ങ വെച്ചിട്ടുള്ള സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് സേമിയയും അതുപോലെ തന്നെ സവോനരി വേണമെന്നുണ്ടെങ്കിൽ സവോനരിയും ഇതുപോലെ തന്നെ വേവിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇട്ടിട്ടുണ്ട് ഈ ഒരു സലാഡിൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടമാകും. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മാങ്ങയുടെ കഷ്ണമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാങ്ങ ജ്യൂസ് ആണെന്ന് കരുതിയിട്ടും പ്രശ്നമൊന്നുമില്ല. നമുക്ക് മാങ്ങ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാങ്ങയും ചെറുതായിട്ട് പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ എന്നും പറയും പോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. അതുവരെ ബൈ.